മരുഭൂമിയിലെ മഞ്ഞുവീഴ്ച പോലെ അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മൂടൽമഞ്ഞ് യുടെ വ്യോമയാന മേഖലയെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ദൃശ്യപരത ഗണ്യമായി കുറഞ്ഞത് അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും പ്രവാസി യാത്രക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചു വിടുകയും ചെയ്യുമ്പോൾ അത് വെറുമൊരു യാത്രാ തടസ്സമല്ല, മറിച്ച് ആയിരക്കണക്കിന് പ്രവാസികളെ കൃത്യമായ കണക്കുകൂട്ടലുകളെയും ജോലി സുരക്ഷയെയും ബാധിക്കുന്ന ഒന്നാണ്. പ്രകൃതിയുടെ ഈ അപ്രതീക്ഷിത നീക്കം ദുബായ് എന്ന ആഗോള യാത്രാ ഹബിനെ ഇതാദ്യമായല്ല പരീക്ഷിക്കുന്നതെങ്കിലും ഇത്തവണത്തെ ആഘാതം വളരെ വലുതാണ്. യുഎഇയിൽ തുടരുന്ന കനത്ത മൂടൽമഞ്ഞും ദൃശ്യപരത കുറഞ്ഞതും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ട മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായ് എയർപോർട്ട്, ദുബായ് വേൾഡ് സെൻട്രൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 12 വിമാനങ്ങൾ റദ്ദാക്കുകയും 23 വിമാനങ്ങൾ സമീപത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. ദൃശ്യപരത കുറഞ്ഞ സാഹചര്യത്തിൽ വിമാനങ്ങളുടെ ലാൻഡിംഗും ടേക്ക് ഓഫ് ചെയ്യലും സുരക്ഷിതമല്ലാത്തതിനാലാണ് ഈ കടുത്ത നടപടി. വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം തുടരാൻ സാധ്യതയുള്ളതിനാൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദുബായിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താറുമാറായെന്ന് ചുരുക്കം. ഒന്നും രണ്ടുമല്ല, 12 വിമാനങ്ങളാണ് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടത്. കൂടാതെ ദുബായിലേക്ക് വരേണ്ട 23 വിമാനങ്ങൾ സമീപത്തെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. നിലവിലെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ നിലയിലാക്കാൻ എയർലൈനുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് ദുബായ് എയർപോർട്ട് അധികൃതർ നൽകുന്ന വിവരം. ഇന്നും നാളെയും യുഎഇയിൽ നിന്ന് യാത്ര ചെയ്യേണ്ട യാത്രക്കാരും യുഎഇയിലേക്ക് വരുന്നവരും വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി എയർലൈനുകളുമായി ബന്ധപ്പെട്ട് വിമാനത്തിന്റെ സമയം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. വിമാനങ്ങളുടെ തത്സമയ വിവരങ്ങൾ അറിയാൻ ദുബായ് എയർപോർട്ട്സ് ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട എയർലൈനുകളുടെ വെബ്സൈറ്റുകൾ കൃത്യമായി പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം എയർലൈനുകൾ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. യുഎഇയിലെ കാലാവസ്ഥ വരും ദിവസങ്ങളിലും നിരവധി യാത്രക്കാരെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം വരും ദിവസങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് റോഡ് ഗതാഗതത്തെയും വിമാന സർവീസുകളുമൊക്കെ ഒരുപോലെ ബാധിക്കുന്നതാണ്. നിലവിൽ ദുബായിലെ വിമാനത്താവളങ്ങളിൽ നിന്നായി കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചു വിടുകയും ചെയ്തേക്കാമെന്നും സൂചനയുണ്ട്. ഇന്ന് പുലർച്ചെ അനുഭവപ്പെട്ട കനത്ത മൂടൽമഞ്ഞും ദൃശ്യപരത കുറഞ്ഞതുമാണ് പ്രധാന കാരണം. ഇതോടെ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയായിരുന്നു. ദുബായ് വിമാനത്താവളത്തിലെ പ്രതിസന്ധി പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ചുരുങ്ങിയ ദിവസത്തെ അവധിക്ക് നാട്ടിൽ പോയി മടങ്ങുന്ന പ്രവാസികൾക്ക് വിമാനം റദ്ദാക്കുന്നത് വലിയ തിരിച്ചടിയാണ്. കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജോലിയെയും ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. വിമാനം വൈകുന്നത് പ്രവാസികളുടെ തുടർന്നുള്ള യാത്രകളെയും പ്ലാനുകളെയും പാടെ തകിടം മറിക്കുന്നു. സന്ദർശക വിസയിൽ എത്തിയവരും വിസ കാലാവധി അവസാനിക്കാറായവരും വിമാനത്താവളങ്ങളിൽ കുടുങ്ങുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുമ്പോൾ വിമാനത്താവളങ്ങളിൽ അനുഭവപ്പെടുന്ന അമിതമായ തിരക്ക് പ്രായമായവർക്കും കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. മതിയായ വിശ്രമ സൗകര്യങ്ങൾ ലഭിക്കാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കും. ദുബായിലെ ഈ പ്രതികൂല കാലാവസ്ഥ വരും ദിവസങ്ങളിലും തുടരുമെന്ന റിപ്പോർട്ടുകൾ പ്രവാസികൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് പടർത്തുന്നത്. വിമാനത്താവള അധികൃതരും എയർലൈനുകളും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുമ്പോഴും കാലാവസ്ഥയുടെ അനിശ്ചിതത്വം വെല്ലുവിളിയായി തുടരുകയാണ്. യാത്രക്കാർ അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കി എയർലൈനുകളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്.